സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കരോൾ ഗാനങ്ങളുടെയും ഡിസംബർ രാത്രികളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുമായിട്ട് ടോപ്പ് സിംഗർ ടീമും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ടോപ്പ് സിംഗർ ഫ്ലോറും നമ്മളെല്ലാവരും കുട്ടിപ്പാട്ടുകാരും വലിയ പാട്ടുകാരും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ കൂടെ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. ഇന്ന് പ്രേക്ഷകരെ കാത്ത ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിന് ശേഷം ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. So let's welcome Madhu uncle, MJ uncle and Ari ചേച്ചി. വെൽക്കം. മൂന്ന് പേര് റെഡി അല്ലേ? റെഡി. നമുക്ക് പാട്ട് കേൾക്കാലോ. MJ uncle, Yes. ഇനി ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ് വരുന്നത്. അങ്ങ് സൗദിന്ന് ഒരാൾ വരാൻ പോവാണ്. ഗൗരി നന്ദകുട്ടിയത്താണ്. ലെറ്റ്സ് വെൽക്കം ഗൗരി നന്ദ ഓൺ സ്റ്റേജ്. എന്ത് പറയണു? കേട്ടിരിക്കുന്നു. സൗദിയിലൊന്ന് പോണ്ടേ? സൗദിയില് പോണം. മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നന്നായിട്ടുണ്ട്. ആണോ? അവിടെ ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? അവിടെ ഞാൻ ചെറുപ്പം തൊട്ടേ അവിടെ ആയതിനെ കൊണ്ട് അവിടെ കൊണ്ട് അവിടെ അതിനെ കൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടെയാ. friends ഒക്കെ അവിടെ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആ അവിടെ പോണമെന്നുണ്ടോ? ഇപ്പോ ആ പോണമെന്നുണ്ടോ? പോണുണ്ട്. നന്നായിട്ട് പാടിയാ പോകാൻ പറ്റൂല. നന്നായിട്ട് പാടാണ്ടിരുന്ന മോശമായിട്ട് പാടണം. ക്രിസ്മസ് എങ്ങനെയുണ്ട്? ക്രിസ്മസ് നന്നായിട്ടിരുന്നു. ഈ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ നല്ല രസമുണ്ട്. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ആ തിരിഞ്ഞിട്ടൊക്കെ നോക്കണം. മാന്യാണ് ഇഷ്ടം. അതാ എന്റെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാത്തോണ്ടാ. അതാ ഈ ഇളക്കുള്ള അപ്പൂപ്പനെന്തോ കണ്ടോ കണ്ടോ? ഇപ്പൊ എന്താ ഇഷ്ടപ്പെട്ടത്? സ്റ്റിൽ എനിക്ക് അയ്യോ. വേണ്ട, പെട്ടെന്ന് പോയിക്കോ പാടിയിട്ട്. പിന്നെ കൂട്ടുകാർ ഇവിടെ നിന്ന് ഉണ്ടാക്കാം അല്ലേ? അതെ, ഇവിടെ നല്ല കുട്ടികളുണ്ടാക്കാം, കൂട്ടുകാരെ ഉണ്ടാക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവിടെ പോയില്ലെങ്കിൽ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് കേട്ടോ. ഓക്കെ, എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. അപ്പൊ ഇന്ന് ഡെഡിക്കേഷൻ ഫ്രണ്ട്സിനായിരിക്കും അല്ലേ? അല്ല, ആർക്കാ ഡെഡിക്കേഷൻ? അച്ഛനും അനിയനുമാണ് ഡെഡിക്കേഷൻ. അച്ഛനും അനിയനുമാണ് ഡെഡിക്കേഷൻ. അനിയനാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പൊ വന്നിരിക്കണേ അല്ലെ, ഇത് എന്റെ കസിനാ. കസിനാണോ? കസിൻ ചേട്ടൻ. എന്താ കസിന്റെ പേര്? അമൽ കൃഷ്ണ. അമൽ കൃഷ്ണ. അമൽ എവിടെയാ? ഞാൻ ഇവിടെ ഇപ്പം കുസാറ്റ് പഠിക്കുക, കളമശ്ശേരി. എന്താ പഠിക്കുക? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ്. ഓക്കെ. ഏത്? ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ്. ഇരിക്കുന്നു. ഞാൻ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ. ഓക്കെ. രണ്ടും ഉണ്ട്. രണ്ടുണ്ട്. ഓ. ഓക്കെ. അങ്ങനെയൊക്കെ പറയാം. പഴയ കാലം. ഇപ്പൊ ഒരു കാര്യവും ഇല്ല. എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്. കാണണോ വേണ്ടയോ? വേണം. കാണണം കാണണം Come കാണണം. on. പാറൂസേ, ഗൗതു കരിയൊന്നല്ലോ. നിങ്ങൾ പോയതിന് ശേഷം ഞങ്ങളിവിടെ അടിപൊളി കലാപരിപാടികളിലാണ്. അത് കൊള്ളാം. എന്തായാലും ഗൗരിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണത്. ഗൗരിയും വൈഫും വിജിലിയും നാട്ടിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഞാനും ഗൗതവും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ പ്രഗത്ഭരായ ജഡ്ജസിന് മുന്നിൽ പാടാൻ കുട്ടികൾക്കൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അതിൽ ഗൗരി ഉൾപ്പെട്ടതിൽ വളരെ സന്തോഷം. പിന്നെ ആ ഫ്ലോറിൽ അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും നേരുക. അപ്പൊ അങ്ങനെ ഗൗതുവിനെ കണ്ടു. അല്ലേ? നല്ല അഭിനയം. അയ്യോ, ഞാൻ മിസ് ചെയ്ത് കരഞ്ഞു. എനിക്കുണ്ട് ഒരു അനിയൻ. ഒരിക്കലും മിസ് ചെയ്യാൻ. ഓക്കെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. മിടുക്കി. അപ്പൊ ഇന്ന് കാത്തിരിക്കുന്ന പാട്ട് ഏതാണ്? 1000 കണ്ണുമായി കാത്തിരുന്നു. കാത്തിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും മിസ് ചെയ്യുവാ. ഡീറ്റെയിൽസ് പറഞ്ഞോട്ടെ. പറയൂ. മ്യൂസിക് ജെറി അമൽദേവ് സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പാടിയത് ചിത്ര ചേച്ചി. മൂവി ദാസേട്ടനും പാടിയിട്ടുണ്ട്. രണ്ടാള് പാടിയിട്ടുണ്ട്. മൂവി നോക്കത്താ ദൂരത്ത് കണ്ണം നട്ട്, ഇയർ 1984. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പൈങ്കിളി മലർത്തി
ഗൗരിക്കുട്ടി എന്തോ എത്ര നാളായി ഈ പാട്ട് പഠിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഈ പാട്ട് കേട്ടിട്ടുണ്ട്? ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ടല്ലേ, പണ്ടേ കേട്ടിട്ടുണ്ട്. പണ്ടേ കേട്ടിട്ടുണ്ട്. ആണോ? ആ. പാടി നോക്കിയിട്ടുണ്ടോ? കുറച്ച് ആണോ? എത്ര, എവിടെ, കുറച്ച് നാളായോ അതോ ഈ അടുത്താണോ? കുറച്ച് നാളായി. ആണോ? ആ. ഓക്കെ. ഇതില് എനിക്ക് തോന്നിയത് പാട്ട് സിമ്പിളാണ്, ആ. പക്ഷെ അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ്സായി. അതിനൊരു ഫീല്, പിന്നെ അതിൽ ചില സംഗതികളുണ്ട്, ചെറിയ ചെറിയ സംഗതികൾ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത സംഗതി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്കിന്ന് തോന്നിയത്. ഞാൻ മൊത്തത്തിൽ ഒന്നും പറയുന്നില്ല, കുറച്ചും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആവാനുണ്ട് പാട്ടിലേക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. അത് പല ഭാഗങ്ങളും കുറച്ചും കൂടി വോയിസിന്റെ ക്ലാരിറ്റിയും കൂടി എനിക്ക് വേണം തോന്നി. കുറച്ച് മഫിൾഡ് ആയിട്ടുണ്ട്, കാരണം ആ ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്ക് കോൾഡ് ഉള്ളതിനെ കൊണ്ട്. ആണോ? ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. അത് മാത്രമല്ല, കുറച്ചും കൂടി ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി വരാനുണ്ട് ഈ പാട്ടിലേക്ക് എന്ന് എനിക്ക് തോന്നി. അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. കറക്റ്റ് ചെയ്യാനാണെങ്കിൽ പല സ്ഥലങ്ങളിലും കറക്റ്റ് ചെയ്യാനുണ്ട്, അത് എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊന്ന് ഇനി ഒന്ന് ശ്രദ്ധിച്ച് ഇരുത്തി കേട്ട് അതിലെന്ത് ഫീലാണ് ദാസേട്ടനും ചിത്ര ചേച്ചിയും കൊടുത്തിട്ടുള്ളതെന്ന് ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലണം കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഗൗരിക്കുട്ടി. ഓ, അപ്പൊ ഗൗരിക്കുട്ടി ഏത് വേർഷനാ ഇപ്പൊ പഠിച്ചത്? ഞാൻ ചിത്ര ചേച്ചിന്റെ ചിത്ര ചേച്ചിയുടെ വേർഷനാണ് പഠിച്ചത് അല്ലെ? ദാസേട്ടൻ പാടിയിരിക്കുന്നത് അത് ആയിരം ടച്ച് ചെയ്ത് ആയിരം കണ്ണുമായി, രണ്ടാമത്തെ കണ്ണുമായില് ചെറുതായി ടച്ച് ചെയ്ത് വിട്ടിട്ടുള്ളൂ. അങ്ങനെ. അപ്പൊ രണ്ട് വേർഷൻസ് ആയിട്ട് ചേച്ചി പാടിയേക്കണേല് രണ്ടും ആ സംഗതി. അതെ, കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗൗരിക്കുട്ടിക്ക് നല്ല അടിപൊളിയായിട്ട് പാടാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രിസ്മസ് ഈവിന് ഉള്ള ഒരു പാട്ടാണ് എന്ന് തോന്നുന്നു. ആ സമയത്തുള്ള തോന്നുന്നു. ആ, ഇതിന് ക്രിസ്മസിന്റെ തണുപ്പുണ്ട് ഈ പാട്ടിന്. അതെ ശരിക്കും. അതെ ക്രിസ്മസിന്റെ ഒരു സുഗന്ധമുണ്ട്. വിസ്താരയിൽ വന്ന ഒരു ഇതുണ്ടല്ലേ, വിഷ്വൽ ഉണ്ടായിരുന്നല്ലോ, അതും ഈ പാട്ട് തമ്മിൽ നല്ല മാച്ചിങ് ആയിരുന്നു. അതാണ്, ഏതോ പുൽക്കൂട്ടിലെ ഒരു ദിവ്യ പ്രഭ, അതിൽ നിന്ന് ഉതിരുന്ന ഒരു സംഗീതം പോലെയാണ് ശരിക്കും ജെറി സാർ ഇത് ചെയ്തിരിക്കുന്നത്. അതെ. സച്ച് എ ഗ്രേറ്റ് ലെജൻഡറി കമ്പോസർ ഹീസ്. അപ്പോൾ ജെറി സാറിന് നമ്മുടെ ഒരു വലിയൊരു നമസ്കാരം കൊടുക്കണം. തീർച്ചയായിട്ടും. അതെ, അദ്ദേഹം ഒരു വലിയൊരു വഴികാട്ടിയാണ്. ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നതിൽ നമ്മൾ മാസ്റ്റർ അല്ലെങ്കിൽ മാഷ് ജെറി മാഷും വിദ്യാധര മാഷുമാണ് ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഉള്ളത് അല്ലേ, മെയിൻ ആയിട്ട് രണ്ടുപേര്. ജെറി മാസ്റ്ററുടെ പാട്ട് പ്രത്യേകിച്ചും ഈ ടൈം സിഗ്നേച്ചർ സാധാരണ പാട്ടുകൾക്ക് ഇല്ല. അപ്പൊ അതിലൊരു വ്യത്യാസം 1 2 3 4 1 2 3 4 1 2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിൽ ആ താളം ഇങ്ങനെ പോയി, ആ ഒരു പിയാനോ മൂവ്മെന്റ്സ് അങ്ങനെ പോകുമ്പോൾ ഇത് പ്രശാന്തമായിട്ട് ഈ ഒരു മെലഡി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ വയലിൻസ് പറഞ്ഞത് ഒരു പ്രത്യേകതയല്ലേ ബിജിയില്. വയലിൻ അത് കീബോർഡിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയലിൻ വേറൊരു കൗണ്ടർ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമാണ്. കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് കമ്പോസ് ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഡെമോയും കൂടെയാണ് ഈ പാട്ടെന്നുള്ളത്. നന്ദകുട്ടി, കുറച്ചും കൂടെ ഈ പാട്ടിലോട്ട് ഇറങ്ങാനുണ്ട്. നമ്മള് എങ്ങനെയാണ് മുങ്ങിക്കുളിക്കുക? ശരിക്കും ഉള്ളിലെ കുളത്തിന്റെ അകത്തേക്ക് ഇറങ്ങണ്ടേ അല്ലെ? ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ മുങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് ആ പടിയിൽ നിന്ന് മുങ്ങി കുളിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒരു 3-4 സ്റ്റെപ്പ് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പേടിച്ച് തിരിച്ചു വന്ന പോലെ ഉണ്ട് ഇപ്പൊ അല്ലേ? അത് സാരമുള്ള കാര്യമല്ല. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, നമ്മള് പ്രിപ്പറേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോളെ. അപ്പോൾ പ്രിപ്പറേഷനിൽ നമ്മൾ നോക്കുന്ന എക്സ്കവേഷനാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ആ പാട്ടിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ മുത്തുകളുണ്ട്, എന്തൊക്കെ ഡയമണ്ട്സ് ഉണ്ട്, എന്തൊക്കെ കല്ലുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പാടിയ ചിലതൊക്കെ കല്ലായിട്ട് മാറും. നമ്മളെല്ലാവരും ഒത്തിരി ലിമിറ്റേഷൻസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ പാട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് വേണം സ്റ്റേജ് വന്നിട്ട് പാടാനായിട്ട്. അപ്പൊ അറ്റൻഷൻ ടു ഡീറ്റെയിൽ അത് വളരെയധികം നമ്മുടെ നന്ദകുട്ടി, ഗൗരിക്കുട്ടിയല്ല നന്ദൻകുട്ടി ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ശ്രദ്ധിക്കോ? ഓ, ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ഗൗരിക്കുട്ടിയുടെ ഇന്നത്തെ സ്കോർ, നന്ദക്കുട്ടിയുടെ ഇന്നത്തെ സ്കോർ ഇസ് 95 out of 100. ഗൗരി നന്ദക്കുട്ടി, ഒത്തിരി പേരുകളൊക്കെ കിട്ടി, മാർക്കൊക്കെ കിട്ടി, ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി ഒത്തിരി നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടുത്ത പ്രാവശ്യം നമുക്ക് തകർക്കണം. ഓൾ ദി ബെസ്റ്റ്. മെറി ക്രിസ്മസ്. ബൈ.
ആര്യ ചേച്ചി ഓ നമ്മുടെ റൗണ്ട് എത്തി Celebration round ആയി. കണ്ടോ എത്ര തളർന്നു Celebration round. അവസാനം നീ എത്തിയല്ലേ അങ്ങനെ ഒരു സെലിബ്രേഷൻ റൗണ്ടുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇത് നമുക്ക് ഉറപ്പാ, ഇത് വന്നാൽ സെലിബ്രേറ്റ് ചെയ്തിട്ടേ പോവൂ, അങ്ങനെയുള്ള ഒരാളാണ് വരുന്നത്. വേറെ ആരുമല്ല, ജിത എത്തുന്നു. വെൽക്കം ജിത കുട്ടി ഓൺ സ്റ്റേജ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ? സൂപ്പർ സൂപ്പർ. റെയിൻ ഡിയർ ഉണ്ട് അല്ലേ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ക്രിസ്മസ് ട്രീ. ട്രീ ആണോ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇതിനെ കേട്ടോ റെയിൻഡിയർ. റെയിൻഡിയർ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടോ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നത്? അപ്പൂപ്പൻ. ആ അങ്ങനെ ഉണ്ടല്ലേ? ആ അത് കണ്ടില്ലേ? ശോ, കണ്ടാതെ ഇഷ്ടപ്പെടുള്ളൂ. മിനുട്ടി, എന്തോ മിനുട്ടിക്ക് ഓർമ്മയുണ്ടോ കൃഷ്ണശ്രീ? പിന്നെ ആ കൃഷ്ണശ്രീയെ നമ്മൾ വിളിച്ചോണ്ടിരുന്നത് ക്രിസ്മസ് ട്രീ അതെ, ക്രിസ്മസ് അതെ. ട്രീ എന്നാണ്. ക്രിസ്മസ് ട്രീ. അച്ഛൻ അതെ. പറയുമ്പോ അങ്ങനെ ആവേ, അതെ. കൃഷ്ണശ്രീ കൃഷ്ണശ്രീ. കേൾക്കുമ്പോ അങ്ങനെ ക്രിസ്മസ് തോന്നും. ട്രീ. അതെ, അതെ. ക്രിസ്മസ് ട്രീ. ജിത, ഓ ക്യാ വിശേഷ? നല്ല വിശേഷം. സ്പെഷ്യൽ വിശേഷ് ഫോർ ഒരു ക്രിസ്മസ്. സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ എന്താ? വാർത്ത? എനിക്ക് ചെറുതായിട്ടൊന്ന് സിനിമയില് പാടാൻ ഒരു ചെറിയ അവസരം. ആണോ? ആഹാ. ഏത് മൂവി? ഉദയം കാത്ത്. ഉദയം ആരാ കാത്ത്. മ്യൂസിക്? ആ. ഉദയംകാത്ത്. അതിന്റെ ഫിലിം ഡയറക്ടർ ഡോക്ടർ പത്മകൃഷ്ണൻ അയ്യർ ഉദയം സാറ്, കാത്ത്. ആ. ആ. മ്യൂസിക് കമ്പോസർ ആരാ? രാജി മാം, സി രാജി മാം, ഓക്കെ, ഓക്കെ. റൈറ്റ്. പിന്നെ ലിറിക്സ് ഷേമ കെ തോമസ് മാം. ആണോ? ഓക്കെ. എന്നാ റെക്കോർഡിംഗ് കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞോ? കൺഗ്രാചുലേഷൻസ്. അപ്പൊ പ്ലേബാക്ക് സിംഗർ ആണ് സിംഗർ വന്ന് വിളിക്കുന്നത്. അല്ല, നമുക്ക് കിട്ടുന്ന ഏതൊരു അവസരവും അത് ഒരിക്കലും ചെറുതല്ല, അത് വലുതാണ്, ഭയങ്കര വലുതാണ്. ഈ 160 സിനിമകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ പുതിയൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ നമുക്ക് ഒരിക്കലും ചെറുതല്ല കേട്ടോ, വലുതാണ് കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട്. തീർച്ചയായിട്ടും. ആ അതെ. പാട്ട് എല്ലാവരും കേൾക്കാനും, ഹിറ്റ് അതാണ് ആവട്ടെ, ഹിറ്റ് Yes. ആവട്ടെ. ഹിറ്റ് ആവണം, സിനിമ ഹിറ്റ് ആവണം. അതെ. അപ്പോഴാണ് പാട്ടിന് കുറച്ചും കൂടെ ശ്രദ്ധിക്കുള്ളൂ. അതെ. ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഇന്ത പഞ്ചായത്തിലെ ഓ ഇത് പഞ്ചായത്തിലെ പോരട്ടെ ഡീറ്റെയിൽസ്. മ്യൂസിക് സുരേഷ് പീറ്റർ സർ, ലിറിക്സ് നാദിർഷ സർ, പാടിയത് അഫ്സൽക്കും സുജാത മാമും, വർഷം 2005, ഫിലിം പാണ്ടിപ്പട. അപ്പൊ ഡ്യുവറ്റ് സോളോ ആയിട്ട് പാടാൻ പോകുന്നു. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. തന്തന തന തന്തന തന തന്തന തന
സബാഷ് സബാഷ് വെരി ഗുഡ് വെരി ഗുഡ്. ജിത ഓ ജിത പാടിയതിനെ പറ്റി ഈ പാട്ടിൽ തന്നെ ഉണ്ട്. പഞ്ച് 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 അതെ, പഞ്ച് അതെ, പഞ്ച് അതെ. പഞ്ച്. നല്ലൊരു പഞ്ചായിരുന്നു. അത് ഒരു മ്യൂസിക്കൽ പഞ്ചാണ്, പിന്നെ ഈ ഒരു ജോൺറയുടെ പഞ്ചാണ്, പിന്നെ ഒരു പെർഫോമൻസിന്റെ പഞ്ചാണ്, ആ കോറസിന്റെ പഞ്ചാണ്, എല്ലാം കൂടെ ഒരു പഞ്ചാണ്. താങ്ക് യു സർ. അങ്ങനെ മൊത്തം പഞ്ചിന്റെ ഒരു അയ്യേര് കളിയാണ് ഈ പാട്ട്. ആ. നാദിർഷാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് അല്ലേ? ചില ഇടങ്ങളിൽ ഭയങ്കര ഉഗ്രനായിട്ടുണ്ട് ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. സഭാഷാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതായിരിക്കും? അന്നാത്തെ സംശയമില്ലല്ലോ, Yes. അത് ജിതയുടെ കംഫർട്ട് സോൺ ആണ്. Yes. അവിടെ എത്തിയപ്പോഴത്തേക്കും ജിത ഒരു പുതിയ അവതാരമായി മാറി. അതെ അതെ ശരിക്കും. അത് അന്യനിലെ മാത്രമല്ല മറ്റേ അന്യൻ 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 സിനിമയിലെ മറ്റേ റേമോ 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 അതെ കാതയ്യാനെ പരികിത് റമോ. അത് തന്നെ. ഓ, face change. മാത്രമല്ല അവിടെ ഒരു പുതിയ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസിൽ ഇങ്ങനെ ഉണരുകയാണ്. അപ്പോഴാണ് എനിക്ക് ശരിക്കും തോന്നിയത് ഈ ഫസ്റ്റ് ലൈനിലുള്ള പറയുന്നില്ലേ, ഈ പഞ്ചായത്തിലെ ഹുങ്ക് ഹുങ്ക് പെരുത്തവൾ. പെരുത്തവൾ ഇവളാണ് താങ്ക് യു സർ. എന്ന് തോന്നിയാണ്. എന്നാത്തെ അതൊന്ന് പാടിക്കാപ്പിക്കോ? അണ്ണാത്തേ അണ്ണാത്തേ அந்த ஆடி பாடி என்னாத்தே 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 அடி பாக்குறியே என்னாத்தே. ആ ജിതയുടെ ചെസ് വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സൗണ്ട് ചെയ്യുന്നത്. പവർഫുൾ. ഓൾവേസ് ആൻഡ് പവർഫുൾ. യെസ് ഓഫ് കോഴ്സ്. Yes. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേളിലോട്ടുള്ള പോർഷൻസും ഏകദേശം ഭയങ്കര കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെ. Thank you, sir. അപ്പൊ അങ്ങനെ പാടുന്ന ഈസി അല്ല. ഒന്നാമത് ഡ്യുവറ്റ് ആണ്, അപ്പൊ രണ്ട് റേഞ്ചിൽ പാടുന്നതാണ്, ടെക്സ്ചറിലും ടെക്സ്ചറിലും വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുക്കാനായിട്ട് ഇവിടെ ടോപ്പ് സിംഗർ സീസൺ 6 ഒരൊരാളെ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അതാണ് ഈ ജിത. Thank you, sir. ജിതയ്ക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. Thank you. അത് ജിത മനസ്സിലാക്കുക. അതിന്റെ ഹുങ്ക് കുറച്ച് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പെർഫോം ചെയ്യുമ്പോഴത്തേക്കും പെർഫോമർ കുറച്ച് ഹുങ്ക് വേണം, എന്നാലേ കമാൻഡർ ആവാൻ പറ്റൂ അല്ലേ? ബട്ട് യു ആർ കമാൻഡിങ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. Thank you, sir. ഇത് എന്റെ കയ്യിലാണ്, ഞാനിത് ആ സ്റ്റേജ് നമ്മൾ റൂൾ ചെയ്യണം. നമ്മൾ Yes. റൂൾ ചെയ്യണം. ഓൺ ചെയ്തു അത്. അപ്പൊ കുറച്ച് ഹുങ്കുള്ള കുട്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ കുഴപ്പമില്ല, സ്റ്റേജിൽ എനിക്ക് മാത്രം. ഹുങ്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹംബിൾ ആണ്. ബിക്കോസ് മ്യൂസിക്കിന്റെ മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല അല്ലേ? അപ്പൊ അത് എപ്പോഴും മനസ്സിൽ വെച്ചോ. സ്റ്റേജ് ഭരിക്കുക, വെളിയിൽ നടിക്കാതെ നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you. ആഹാ. ജിതക്കുട്ടി, എനിക്ക് വേറൊരു പോർഷൻ കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ അനുപല്ലവി കഴിഞ്ഞിട്ട് ഇന്ത പഞ്ചായത്തിലെ എന്നൊന്ന് പാടിയില്ലേ? ഒന്നുകൂടെ പാടിത്തരോ? இந்த பஞ்சாயத்திலே இந்த பஞ்சாயத்திலே. ആ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ അതെനിക്കൊന്ന് കുറച്ചുകൂടെ ചരണത്തിലല്ല അതിന്റെ ഒരു ക്ലാരിറ്റി വരണത്. ഒന്ന് കടിച്ചു കിരണ നോട്ടം. നോക്കി കണ്ണ് കലക്കേണ്ട. ആ, അത് ഭയങ്കര നല്ല രസമാണ്. രസമുണ്ട്. അത് ചരണം വരുമ്പോഴാണ്, ആ അക്ഷരം വരുമ്പോഴാണ് അതെ, അതെ. ആഹാ എന്നുള്ളൊരു അതെ, അതെ. സാധനം വരുന്നത്. അത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇനി പറഞ്ഞ പോലെ ഈ പാട്ട് കാറിലൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ വെക്കും. അപ്പൊ ഇത് കൂടെ വെച്ചിട്ട് പാടാൻ തന്നെ ശ്വാസം കിട്ടില്ല. അപ്പോഴാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ പാടുന്നത് കേട്ടോ. ഓൾസോ കോറസ്, ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദം. അവരൊരു വലിയ പാട്ടാണ് ഈ പാട്ടിന്റെ. പിന്നെ എനിക്ക് ആ ടെക്സ്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നത്തെ എന്നത്തെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാൻ എവിടെയോ ഒന്ന് ആശിച്ചോട്ടെ, തന്നൊരു തോലോ തന്നൊരു തോലോ തന്നൊരു തോലാലെ അതും കൂടെ പാടുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ച് മാത്രമേ പാടിയുള്ളൂ. പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ സ്റ്റേജ് ഓൺ ചെയ്തു. അതിന്റെ ഒരു സുഖം കാണാനുണ്ടായിരുന്നു. നല്ല സന്തോഷിച്ചാണ് പാടിയത്. ശരിക്കും ഒരു സെലിബ്രേറ്റ് ചെയ്ത് പാടി. മിടുക്കിയാണ്, മിടുക്കി. Thank you, ma'am. മിസ് ജിത. ഓ, ജിത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ. എന്താണ്? നക്ഷത്രം. അത് മാത്രമല്ല, ജയിച്ചു എന്നാണ് അർത്ഥം. ആ, പല കാര്യങ്ങളും ജയിച്ചു നിൽക്കുന്ന ആളാണ്, മൾട്ടി ടാലന്റഡ്. ഞാൻ ഇന്നത്തെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് തോന്നി. ഹൈ പിച്ച് പോകുന്ന ആ പോർഷൻസിലൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ പാടിയതിൽ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ അന്നാത്തെ എന്നുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല പഞ്ചോടുകൂടി തന്നെ പാടി, നല്ല ഭംഗിയായിട്ട് പാടി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഒരു പിടി കിട്ടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവസാനത്തെ നാന നാന അതിൻ്റെ ട്യൂണാണ്. അതിലെവിടെയോ ഒന്ന് പാളിപ്പോയ പോലെ ഒരു പാടോ ഒന്നും കൂടെ? യെസ്. ഒന്നുകൂടെ പാടിക്കും. നാ, 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 നാ. നാ, 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 നാ. നാ, 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 നാ. നാ, 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 നാ,
ഉം. ആ അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ആ ഭാഗത്താണ് ടേക്കിൽ പ്രശ്നം ഉണ്ടായത്. നാ, 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 നാ. ആ ഇറങ്ങി വന്ന ഭാഗത്ത് ഒന്ന് ചേരാനുണ്ടായിരുന്നു എനിക്ക് തോന്നി ടേക്കില്. ശ്രുതി ചേരാ. ഇപ്പൊ കറക്റ്റായി. നോട്ട്സ് അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. ജിതക്കുട്ടി going to be awarded 98.25 on 100 today. അപ്പൊ ജിതക്കുട്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, ഹാപ്പി ആയി അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ക്രിസ്മസിന് എന്താ പരിപാടി ഇനി? കിടന്നുറങ്ങണമെന്ന്. ഉറങ്ങണം സുഖമായിട്ട്. കേക്ക് മുറിക്കണം, കഴിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അങ്ങനൊന്നും ഒരു പരിപാടിയില്ല. കിടന്നുറങ്ങണം. പരിപാടി ഒന്നുമില്ല. ആര് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ടോ? അല്ല ഞാൻ കൊണ്ടുപോയെങ്കിൽ ഞാൻ വരും. ഓൾവേസ് വെൽക്കം. ആ പിന്നെ ഒരു കാര്യം, മാമിന്റെ പുതിയ ഇറങ്ങിയ പാട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓ, ആര് ചേച്ചി പുതിയ സോങ് ഇറങ്ങിയിട്ടുണ്ട്. റിലീസായി. ആ ഓ 12th റിലീസായി പാട്ട്. ഓക്കെ ഓക്കെ. മെനുടി എന്തോ അത് കണ്ട് ഞെട്ടിപ്പോയി കേട്ടാ. ആ കാരണം വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് യു കുഡ് ഡു. അങ്ങനെ ഒരു വലിയ ഒരു ഐഡിയയാണ്. അത് ധൈര്യം വേണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്. അത് മ്യൂസിക് എന്നുള്ള മീഡിയത്തിലൂടെ പറയുന്നു. അതിന് ധൈര്യം കാണിക്കുന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ. അതിന് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. താങ്ക് യു. പാതി സൂര്യനായി പാതി ഞാൻ ചന്ദ്രനായി, മാറ്റി നിർത്തിയിട്ട താരകങ്ങൾ തോന്നലായി, എത്തവച്ച പോലെ ആകാശം മാത്രമായി, ഭീരുവായ 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 മേഘമായി, ഭൂതകാലമായി ഭാവിയും പറന്നുപോയി, ഭൂതലങ്ങളിൽ അടുക്കി വച്ച പാറയായി, പാറ തേടി വന്നയാളുകൾ കടന്നുപോയി, പേടി മാത്രമായി പേടി പേടമാനായി, തിരിച്ചു പോവേണ്ട മുന്നോട്ടും പോവേണ്ട, ധരിച്ചു നിർത്തുവാൻ ഈ രാത്രി പോലും എന്റേതല്ല, മനസ്സിൽ വീണ്ടും ആ കരുക്കൾ നീക്കി നോക്കിയില്ലേ, ചതച്ച ജാതകം പിഴിഞ്ഞ ചാറുമോന്തിയില്ലേ, വരിഞ്ഞ ചങ്ങലകൾ വള്ളി പോൽ വളർന്നില്ലേ, തിരിച്ചു പോവേണ്ട മുന്നോട്ടും പോവേണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ നമുക്ക് ആര് ചേച്ചിയുടെ വീട്ടിൽ പോവാം. ഓക്കെ, Yes, ഓൾ ദി പോവാം. ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ. സെലിബ്രേഷൻ റൗണ്ടാ വരാൻ പോകുന്നത്. അതിൽ നമ്മുടെ ശ്രീയക്കുട്ടിയാണ് പാടുന്നത്. അത് Okay. മാത്രല്ല, ഈ പാട്ട് നമ്മുടെ ശ്രേയാ ഘോഷാലിന്റെ പാട്ടാണ്. ആ. ശ്രേയ ചേച്ചി പാടിയ അപ്പൊ ഒരു ഇന്ന് കലക്കും. അതെ, ഒരു കിഡിലിൻ സോങ് ആണ്. നമുക്ക് Okay. എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. മ്യൂസിക് ചെയ്തത് നമ്മുടെ MJ MJ uncle. അങ്കിൾ ആണ്. Yes. ഇതിന്റെ അകത്ത് നമുക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാട്ട് ശ്രേയ ചേച്ചിയാ പാടിയേ, പക്ഷെ ഇതിന്റെ ലാസ്റ്റത്തെ 2 ലൈൻ ദാസങ്ങളാ പാടിയിരിക്കുന്നത്. അതെ. അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം? ശ്രേയ ചേച്ചി വേണമെങ്കിൽ ബോംബെക്ക് പോയി. അതുകൊണ്ടോ? ശ്ശേ, അത്രയ്ക്ക് ചീപ്പായ ഒരു കാരണമായിരുന്നു. ശരിക്കും എന്തുകൊണ്ടായിരുന്നു അതങ്ങനെ? അതിനൊരു പ്രത്യേക കാരണമുണ്ട് മീനുട്ടി. ഓ. 2002 ദാസാറ് സിനിമാ സംഗീത ജീവിതത്തിൽ 40 വർഷം തികച്ചപ്പോൾ ഓ. അന്ന് റെക്കോർഡ് ചെയ്തത് തിരുവനന്തപുരം തെരങ്ങണിയില് എൻ്റെ ഒരു പാട്ടാണ്. അതൊരു വലിയൊരു ഓണറായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് 2002 അപ്പൊ ഇത് 2012 ആണ്. അദ്ദേഹം 50 ഇയേഴ്സ് അതെ. തികയുന്ന ആ ദിവസത്തില് അദ്ദേഹത്തെ പോയി അന്ന് താജ് ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഗണപതി കോവിലിൽ പോയി തേങ്ങയൊക്കെ ഉടച്ചിട്ട് അങ്ങനെ SS ഡിജിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 40 വർഷം തികഞ്ഞപ്പോഴും 50 വർഷം തികഞ്ഞപ്പോഴും ഇതാ MJ അങ്കിളാണ് പാട്ട്. അയ്യോ, അത്രയും സ്പെഷ്യൽ ഒരു കഥ. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഈ ക്യാരക്ടർ ഏറ്റവും അവസാനം ഈ പാട്ട് പാടുന്നതായിട്ടാണ്. അതിൽ കുഞ്ചാക്കോ ബോബൻ. അതെ അതെ. അപ്പൊ അത് ഇത്രയും നേരം കേട്ടിട്ട് അവസാനത്തെ പല്ലവിയിൽ മാത്രം. പക്ഷെ ദാസാർ അത് ഫുള്ളായിട്ട് അത് പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വേർഷൻ നമുക്ക് അത് അവസാനം മാസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അങ്ങനെ ദാസാറിന്റെ ശബ്ദം ഇതിൽ വന്നു. അങ്ങനെയാണ് ഈ ശബ്ദം സ്പെഷ്യൽ വന്നത്. കഥയുണ്ട് ഇതിന്റെ പിന്നിൽ അല്ലേ? ശരി ശരി. അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മുടെ സ്റ്റുഡിയോയിൽ വെറും അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ
അവിടെ നമുക്ക് ഗന്ധർവനാദം കേൾക്കാം. അതെ 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 അതെ. അതാണ് യേശുദാസ് സാർ. അതെ. സ്പെഷ്യൽ Special. സ്പെഷ്യൽ. അതെ. അങ്ങനെ എല്ലാ നല്ല നല്ല മെമ്മറീസ് സ്പെഷ്യൽ ആയിട്ടൊന്ന് വെക്കുന്ന നമ്മുടെ MJ അങ്കിളിന് വേണ്ടിയിട്ട് ശ്രീകുട്ടിയാണ് പാടാനെത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീ ആസോ ജയ്ഷ് ഓൺ സ്റ്റേജ്. ശ്രീയ ഘോഷാൽ. ഹലോ. മുടി വെട്ടിയോ? എന്തോ ഒരു മാറ്റമുണ്ട്. ഞാൻ കുടി നിർത്തിയോ? മുടി നിർത്തിയോ? എപ്പോ? ഞാൻ മുടി ജൂൺ മുതൽ വളർത്താൻ ശ്രമിക്കുകയാണ്, പക്ഷെ വളരുന്നില്ല. വളരുന്നില്ല. അയ്യോ. കുന്തളകാന്തി തേക്കും വളരും. അല്ല, ഓയിൽ തേച്ച് കഴിഞ്ഞാൽ എന്റെ മുടി ഭയങ്കര ഒരു സ്റ്റിക്കിയോ? പോലെ അന്നേരം ഷാമ്പു ഇട്ട് കഴുകിക്കളാം നമുക്ക്. ശ്രീകുട്ടി, ചാരു കുന്തളം എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്. ആ രാഗം പാടി കഴിഞ്ഞാൽ മുടി വളരുന്നതാണ് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും പാടാം. ഓരോ ദിവസം പാടുമ്പോഴത്തേക്കും 1 മില്ലിമീറ്റർ വീതം വളരും. മധുവങ്ങൾ ആ രാഗത്തിൽ 2 വരി പാടിക്കൊടുക്കുക. ശ്രീകുട്ടി അത് വീട്ടിൽ പോയി പാടാനായിട്ട് കുന്തള വരാളി. പിന്നെ അതിനിപ്പോ എന്താ? ഒരു മുറൈ വന്ന് പാർത്തായ. ഓ, ഇതെന്നും പാടണോ? ഒരു മുറൈ വന്ന് പാർത്തായ. അത് കേട്ടോ. പിന്നെ അങ്കയർ കണ്ണീ എന്നയേ അങ്കയർ കണ്ണീ എന്നയേ അങ്ങനൊരു കീർത്തനുണ്ട്, അതും പഠിച്ചോ? ഓക്കെ, ഞാൻ എന്നും പഠിക്കാം. പാടണം. ഞാൻ പാടാം. ഓക്കെടാ. ഒരൊറ്റ മണിക്കൂർ പാടിയാൽ മതി. പിന്നെ കണ്ണൂർ നോക്കുമ്പോ ദാ അതെ. കണ്ണടച്ച് പാടുക, കണ്ണു തുറക്കുമ്പോ ഉപ്പൂറ്റി വരെ മുടിയായിരിക്കും. അതെ. പിന്നെ നടക്കണമെങ്കിൽ മുടി ഇങ്ങനെ മാറ്റിയിട്ട് വേണം നടക്കാൻ. പറ്റൂല, എല്ലാരും ഇത് മാറും. ഞാൻ വന്നോട്ടെ. അല്ലേ? ശ്രീകുട്ടി പാട്ട് പാടാൻ വന്നതാ, മുടി വളർത്താൻ വന്നതല്ല. എല്ലാരും അങ്ങോട്ട് പാട്ട് ശ്രദ്ധിക്കും. പാടിയാൽ മതി, തൽക്കാലം മുടി വന്നോളും. അപ്പൊ ശ്രേയയുടെ പാട്ടാണ് ശ്രീയ പാടാൻ പോണത്. യെസ്. ഓക്കെ, ഡീറ്റെയിൽസ്. മൂവി മല്ലു സിംഗ്, ഉം. മ്യൂസിക് ഡയറക്ടർ MJ സർ, ഉം. ലിറിക്സ് മുരുകൻ സർ, സിംഗേഴ്സ് ശ്രേയ ഘോഷാൽ മാം ആൻഡ് യേശുദാസ് സർ. ഇയർ 2012. ആ, ഇവിടെ ഒരു Yes. കുറുമ്പി കുട്ടി ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നു. ഞാൻ കാണുന്നു. ഹലോ. അയ്യോ, ചിരിയൊക്കെ വരുന്നുണ്ട്. കണ്ടേ അങ്ങൾ ഹായ് പറ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ശ്രീകുട്ടിയെ ചെറുതാക്കിയ പോലുണ്ട്. മിനിമൈസ് ചെയ്ത ശ്രീകുട്ടി. ഹായ്. ഇതാണ് നമ്മുടെ കുഞ്ചൂസ് അല്ലേ? വീട്ടിലെന്ത് വിളിക്കണേ? ഇഷ. ഇഷ എന്നാണ് പേര്. ഇഷ എന്ന് തന്നെ വിളിക്കും. ചേച്ചിയുടെ പാട്ട് ഇഷ്ടമാണോ? എത്ര ഇഷ്ടമാണ്? ആയിരം ആയിരം ഇഷ്ടം. 1000 ഇഷ്ടമാണ്. 1000 ഇഷ്ടമുണ്ട്. ചേച്ചിക്ക് എത്ര മാർക്ക് കിട്ടും? 100 ഔട്ട് ഓഫ് 100 out of 100. ഇന്ന് ചേച്ചി മേടിച്ചിരിക്കും. അതെ. അങ്ങനെ കിട്ടട്ടെ കേട്ടോ. അനിയത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിക്കോളണേ. ഓക്കെ. അല്ല, ഇഷക്കുട്ടി പാടുവോ? കുറച്ചൊക്കെ പാടും. ഏത് ഞങ്ങൾക്ക് പാട്ടാ വേണ്ടി എപ്പോഴും ഒരു പാട്ട് പാടാറുള്ളത്? പാടിത്തരോ? കിളിയെ കിളിയെ പാടും. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. എന്റെ അമ്മോ. മിടുക്കിയാണല്ലോ. ഒരു ചോക്ലേറ്റ് തരാം, ഇത് തരാം കേട്ടോ. ജംസ് ഉണ്ട്. ആ. ഇതുണ്ട്. പോയി പോയി മതി. നമ്മള് ശശി ഓടിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രീയ ഘോഷൽ. താങ്ക് യു. നന്നായി പാടൂ. All the best. ഛം ഛം ചമക് ഛം ഛം ഹേ
വെരി നൈസ്, വെരി നൈസ്. കോറസ് എന്തൊക്കെയാണ് പാടിയത്? ദിൽ കർദ, ദിൽ കർദ, മഹിയ, ആജ, ദിൽ കർദ, നഹി ലഗ്ദ, തേരെ ബിൻ ദിൽ നഹി ലഗ്ദ. ആ ദിൽ കർദ എന്ന് പറയുന്നത്, ദിൽ കർദ എന്റെ ഹാർട്ട് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാത്തതുകൊണ്ട് നീ ഒരർത്ഥം. ഇല്ലാതെ എന്റെ ഹൃദയം പൂർണ്ണമല്ല, നീ ഇല്ലാതെ എന്റെ ഹൃദയം പൂർണ്ണമല്ല. പൂർണ്ണമല്ല. വേറെ പാട്ട് ഇതിലുള്ളതിൽ പഞ്ചാബിൽ 5 കുഞ്ചും പഞ്ചവർണ്ണ പനങ്കിളി എന്ന് പറഞ്ഞ ഒരു വരിയുണ്ട്. അത് രാജീവ് ആലങ്കൽ എഴുതിയത്. ഇത് മുരുകൻ കാട്ടാക്കട അദ്ദേഹം എഴുതിയതാണ്. ഈ പഞ്ചാബി ലിറിക്സ് എഴുതിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ പേര് KJ സിംഗ് എന്നാണ്. അദ്ദേഹം കേരളത്തിലുണ്ട് എപ്പോഴും. അപ്പൊ അദ്ദേഹം പഞ്ചാബി, ഹിന്ദി ലിറിക്കുകൾ എഴുതും, സ്വന്തമായിട്ട് സംഗീതം ചെയ്യും. അങ്ങനെയൊക്കെ ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് KJ സിംഗ് സർ. വേറെ പാട്ട് റബ് 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 തേരെ റബ് മേരെ റബ് തേരെ റബ് മേരെ റബ്. ആ റബ് 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 തേരെ റബ് മേരെ റബ് തേരെ റബ് മേരെ റബ് തേരെ റബ്. അതാണ് ആ പാട്ടിലും KJ സിംഗ് സാറാണ് എഴുതിയത്. ശ്രീയ കുട്ടി യെസ് സർ. നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു. പല ഭാഗങ്ങളും അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അനുപല്ലവിയിൽ ആ കരിമ്പ് വഴി ആ ഭാഗം കുറച്ച് കരിമ്പ് എന്നുള്ളത് കുറച്ച് ചേരാണ്ടായിരുന്നു. ഹേയ് തുടങ്ങിയില്ലേ, കണ്ണോട് കണ്ണിൽ. അതെ, അത് കുറച്ചും ശ്രുതി പെർഫെക്ഷനും വേണമായിരുന്നു. ആ അതുപോലെ തന്നെ ഈറൻ നിലാവിന് പകലോർമ്മകൾ ഒരു സംഗതി. ആ അതും ആ സമയത്തൊന്ന് സ്ലിപ്പായി. ഇതേ ഉള്ളൂ ഞാൻ കണ്ടുപിടിച്ചതിൽ ഉള്ളത്. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. ശ്രേയാജി പാടി പോലെ തന്നെ ഭൂരിഭാഗവും പാടി. ഇനി ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ എൻ്റെ വലതുവശത്തിരിക്കുന്ന ശ്രീ M ജയചന്ദ്രൻ. അദ്ദേഹമാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നോക്കാം അദ്ദേഹം എന്ത് പറയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേസ്, ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. ഇതൊരു ഓഫ്കോഴ്സ് ഒരു സെലിബ്രേഷൻ്റെ സോങ് ആണ്. ഞാൻ വളരെയധികം ഇഷ്ടത്തോടെ ചെയ്ത ഒരു പാട്ടാണ്. ഇങ്ങനെ ഒരു ജോണറിലുള്ള ഒരു പാട്ട് അതിനു മുമ്പേ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുശേഷവും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പഞ്ചാബിൽ നടക്കുന്ന ഒരു കഥയായതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അങ്ങനെയാണ് ചം ചം ഒക്കെ വരുന്നത്. ശ്രീയക്കുട്ടി പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ അനുപല്ലവി മേളിലോട്ട് പോകുന്നതിൽ ഹെഡ് വോയിസ് ഒപ്പിക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്. ഹെഡ് വോയിസ് ആണ് ഞാൻ പാടുന്നത് എന്ന് വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വോളിയം പെട്ടെന്ന് കമ്മിയാവുന്നത്. ഹെഡ് വോയിസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വോളിയം അതിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ഗ്ലാരിങ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് ഒന്ന് ചെസ്റ്റ് വോയിസിന്റെ ചില എലിമെന്റ്സ് അല്ലെങ്കിൽ മിക്സ്ഡ് വോയിസിന്റെ ചില എലിമെന്റ്സ് വെച്ചിട്ട് ആ ഹെഡ് വോയിസ് പാടാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ടുള്ളത് മതി മറന്നു തനിയെ എന്നുള്ളത് അതേ വോളത്തിൽ തന്നെ വരണം. അവിടെ നമുക്ക് ആ ഒരു ഫോൾസ് ഇമേജ് വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹെഡ് വോയിസും ഈ വോയിസസ് തമ്മിൽ നമ്മൾ എങ്ങനെ ഓരോന്നിലോട്ടും ട്രാൻസിഷൻ വരും, അത് വോളിയത്തിന്റെ കമ്മിയില്ലാതെ എങ്ങനെ ട്രാൻസിഷൻ ആക്കാം, അതാണ് നമ്മുടെ പ്രാക്ടീസ് വേണ്ടത്. അത് ശ്രേയ പാടുമ്പോഴത്തേക്കും ശ്രേയക്ക് ഇതൊക്കെ നന്നായിട്ട് മെനൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈ? ബിക്കോസ് അത്രയും വർഷങ്ങളുടെ റിയാസ് അതിന്റെ പുറകിൽ, പ്രാക്ടീസ്. അതാണ്. അപ്പൊ അതാണ് അവരുടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ശ്രേയ പാടുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, എത്ര വർഷത്തെ ഒരു റിയാസ് ആയിരിക്കും, ടാലന്റിന് അപ്പുറമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് ഗ്രാബ് ചെയ്ത് പാടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പാടാൻ പറ്റുന്നത്. ചിത്രചേച്ചി പാടുമ്പോൾ അസാധ്യമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് ദ ഗ്രേറ്റസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്ന ചിത്രചേച്ചിയാണ്. ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. ഒരു നിമിഷം കൊണ്ട് അത് ഇതെല്ലാം അതിനകത്ത് വന്നിരിക്കും. അത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ വരും. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. അതുപോലെ കുറച്ചും കൂടെ കാഷ്വൽ ആവാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ചം ചം ആദ്യം പാടുമ്പോൾ ചം ചം അങ്ങനെയില്ല, ചം ചം ചമക്ക് ചം ചം, നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും
ആ നോട്ട്സ് ഒക്കെ കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ട് പാടിയാൽ നന്നാവും. അപ്പോഴാണ് ആ കോറസ് വരുമ്പോഴത്തേക്ക് അതിന് വാല്യൂ ഉള്ളത്. അപ്പൊ ഞാനിപ്പോ കമ്പോസ് ചെയ്യുന്ന പാട്ടിന്റെ ലെവൽ ഇതാണെന്ന് വെച്ചോ, പാട്ടുകാരനിൽ പാട്ടുകാരി വരുമ്പോഴത്തേക്കും അതിന്റെ ലെവൽ ഇങ്ങനെ ആവണം. അപ്പോൾ ഈ ഡിഫറൻസ് വരണം, അതാണ്. അപ്പോൾ ശ്രീയ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഹണി ഗ്ലേസ്ഡ് വോയിസ് ആണ്, അത് വെൽവെറ്റ് വോയിസ് ആണ്. അത് ഗംഭീരമാണ്. ഈ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് അത് ഭയങ്കര ലയനമാണ് ഈ പാട്ടിന്റെ കോമ്പോസിഷനായിട്ട്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോരട്ടെ, പോരട്ടങ്ങനെ പോരട്ടെ, പോരട്ടങ്ങനെ പോരട്ടെ. ശ്രീയക്കുട്ടി, ഈ പൂവാക പൂക്കുന്ന ഗന്ധം കഴിഞ്ഞിട്ടൊരു ഹോയ് പാടിയല്ലോ, എന്താ അങ്ങനെ ആയിപ്പോയത്? എന്നിട്ട് MJ സാറിന് ഇങ്ങനെ നോക്കി കേട്ടോ ആ ഹോയ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടം ഉണ്ടായിരുന്നേ, എനിക്ക് ഓർമ്മയില്ലേ? അതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ട്. പാട്ടിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ ആ ഹോയ് വേണ്ടതൊരു കോൺഫിഡൻസ് കുറവുള്ള പോലെ തോന്നി. ബാക്കിയൊക്കെ അടിപൊളിയാ, മിടുക്കിയാണ്, നല്ല ടെക്സ്ചർ ഉണ്ട് ആ വോയിസിന്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് സ്യൂട്ട്സ് യു വെരി വെൽ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ it is going to be 97.25 out of 100. ഹാപ്പി ക്രിസ്മസ്. അടുത്ത തവണ നമുക്ക് കിടിലൻ പെർഫോമൻസ് ആക്കണം വീണ്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. നമുക്ക് പ്ലം കേക്ക് തിന്നാൻ തോന്നുന്നില്ല, അത് എന്റെ മാത്രം പ്രശ്നം. പ്ലം കേക്ക് എനിക്ക് ഇഷ്ടമല്ല പ്ലം കേക്ക്. എനിക്ക് ക്യാരറ്റ് കേക്കാ ഏറ്റവും ഇഷ്ടം ക്രിസ്മസിന്. പക്ഷെ MJ അങ്കിളിന് പ്ലം കേക്ക് ആണ് ഏറ്റവും ഇഷ്ടം. ക്ലാസിക് പ്ലം കേക്ക് ആണ്. അതിന്റെ മേളിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് അതിന് ഒരു കോംപ്രമൈസ് ഇല്ല. എനിക്ക് ക്യാരറ്റ് കേക്ക് വേണം. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റന്റെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പൊ ചേച്ചിയാണ് കേക്ക് മേടിച്ചു തരേണ്ടത്. അതെ, ആര് ചേച്ചി? ശരി ശരി, പ്രോമിസ് പ്രോമിസ്. കേക്ക് കൊണ്ടുവന്നിരിക്കും എന്റെ വക എല്ലാവർക്കും കേക്ക്. ഓക്കെ ആണ് ശരിക്കും. യെസ്, റെഡി. എപ്പോ? ഇന്ന്. ഇപ്പൊ കൈയടിക്ക. അതെന്നാ മധുകൾ കൈയടിക്ക്, എല്ലാരും കൈയടിക്കും. ഒരു ഉഷാറില്ല, പക്ഷെ കിട്ടിക്കഴിയുമ്പോഴേ ഉഷാർ വരും. അതെ, കണ്ടോ? ഇത്ര സന്തോഷമായ സ്ഥിതിക്ക് നമുക്കിനി കുറച്ചു കാലം പിന്നിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. വരാൻ പോകുന്ന റൗണ്ട് റെട്രോ റിവൈൻഡ്. അതെ, എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഹാപ്പി ക്രിസ്മസ് ഇനി പറയാൻ തോന്നിയടാ അങ്ങനെ നിന്നോട്? അതെ, വന്നു കയറുമ്പോ തന്നെ മേരി ക്രിസ്മസ്. മീനുട്ടിയും എസ്തറും ആണോ നമ്മുടെ വൈബ്രന്റ് ഗേൾസ് എന്ന് പറയുന്നത്? വിഭ്രാന്തി ഗേൾസ്. എന്തൊക്കെയാണ് നന്നായിട്ട് പറയുന്നത് ക്രിസ്മസിന്? ക്രിസ്മസിന് അവരൊരു കരോൾ സോങ് പാടുന്നുണ്ട്. എന്നെ അമ്മേനെയും വിളിച്ചിട്ടുണ്ടായി, പക്ഷെ അന്ന് ഷൂട്ടുള്ള ദിവസം, അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇതാരാ കൂടെ വന്നത്? കൂടെ എന്റെ കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. സിസ്റ്റർമാരെ എന്താ പേര്? എന്റെ പേര് സിസ്റ്റർ നിർമ്മൽ റോസ്. നിർമ്മൽ റോസ്. ഞാൻ കാറ്റിസം പഠിപ്പിക്കുന്നതാണ് എസ്തറിനെ. കാണാറുണ്ട്. എസ്തർ വന്നതിന് ശേഷം മുമ്പേ തൊട്ട് കാണാറുണ്ട്? മുമ്പേ തൊട്ട് ചിലപ്പോഴൊക്കെ. എസ്തർ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എസ്തർ ആളെങ്ങനെയാണ്? ആളും ഇടുക്കിയല്ലേ? ആണോ? എന്റെ പേര് ഫിൻസി. എന്റെ മോള് എസ്തറിന്റെ ഫ്രണ്ടാണ്. എസ്തറിന്റെ അമ്മ എന്റെ ഫ്രണ്ടാണ്. മൊത്തത്തിൽ നിങ്ങൾ ഫ്രണ്ട്സ് വിഭ്രാന്തി ഗേൾസിൽ പെട്ടതാണോ? അതിൽ പെട്ടതല്ല. ഞങ്ങളുടെ അരുമക്കിളിനെയും ഒരു അമ്മക്കിളിനെയും അന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ്. ക്രിസ്മസ് വിഷസ് അറിയിക്കുക കൂടി ഇതിന്റെ പിന്നിൽ. ഇപ്പുറത്തിരിക്കുന്ന എന്റെ പേര് ആൻസി. ആൻസി എന്റെ മോളുടെ ഫ്രണ്ടാണ് എസ്തർ. ഞാനവിടെ കാറ്റിസം ടീച്ചറാണ്. ആണോ? നിങ്ങൾ പാട്ട് പാടുന്ന ഒരു കിംവദന്തി കേട്ടു. സിസ്റ്ററും ആൻസി ടീച്ചറും കൊയറിന് പാടും. അവര് പാടും, പാട്ട് നന്നായിട്ട് പാടും. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് എസ്തറിനെ കൊണ്ട് പാടിപ്പിക്കാം. യെസ്. യേശുവേ ഉമ്മ വച്ചുമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ലലാ ലലാ. നമ്മൾ തിരിച്ച് ബത്ലഹേമിലെത്തി. നല്ല സുഖമല്ലേ ഈ ഒരു തണുപ്പുള്ള രാത്രി ഇല്ലേ? അപ്പൊ ഏത് പാട്ടാണ്? ഒരു സ്പെഷ്യൽ പാട്ടാണ്. സ്പെഷ്യൽ ആണോന്ന് അറിയില്ല.
61 വയസ്സുണ്ട് പാട്ട്. ഈ പാട്ടിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ. ആണല്ലേ? ആ. അപ്പൊ എന്തായിരിക്കും പാട്ട്? ഏതായിരിക്കും പാട്ട്? ഏതായിരിക്കും പാട്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ട്. എം ജെ സർ കമോൺ. ഈ സിനിമയിലാണോ? ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അറിയില്ല. ഗംഗാ യമുന. വേറെ പാട്ട് പറഞ്ഞോ. കൂടെ ഉണ്ട്. പതിവായി പൗർണമി തോറും കണിവെള്ളരി കാഴ്ചവെക്കും കനകനിലാവെ. അങ്ങനെ ഒരു സുശീലമ്മ പാടിയ പാട്ടാണ്. ആദികരണങ്ങളാണോ? അതെ. എന്നാ ഞാൻ പാടിയ 2 പാട്ടുകളും അതിലുള്ളതാണ്. കറക്റ്റ് ആണ്. ഞാൻ സിനിമ കണ്ടില്ല, അതുകൊണ്ടാ. സിനിമ കണ്ടില്ല. അതുകൊണ്ടാ സിനിമ കണ്ടില്ല. പണ്ട് വരികൾ ഇങ്ങനെ ഈസ്റ്റ് സൈഡിലെ റെഡ് കോക്കനട്ട് ട്രീയില് അത് മതങ്ങൾ കഴിഞ്ഞിട്ടേ ടെൻഡർ ഉള്ളൂ. കോക്കനട്ട് ശരി, മുരിക്കും തയ്യ എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞു. മുരിക്കാൻ തൈൻ്റെ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടല്ലേ ഇത് പറയാത്ത. അതെ, കൊറേ നേരം ഈസ്റ്റ് സൈഡിലെ ലൈൻസ് മാത്രം പറഞ്ഞത്. സാറില്ല, ആരോടും പറയണ്ട. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞോ. ഡീറ്റെയിൽസ്: സിനിമ ആദ്യകരണങ്ങൾ, ഇയർ 1964, മ്യൂസിക് കെ രാഘവൻ സാർ, ശരി. കറക്റ്റ്. ലിറിക്സ് പി ഭാസ്കരൻ സാർ, വെരി ഗുഡ്. പാടിയത് പാടിയത് കെ പി കോമളമ്മ. AP കോമളമ്മ. അല്ല, AP കോമളമ്മ. വെരി ഗുഡ്. പാട്ട് തുടങ്ങിയാലോ? ഈ സിനിമ ഡയറക്ട് ചെയ്തത് ഭാസ്കരൻ സാറാണ്. അപ്പൊ മക്കളെ പാടിയട്ടെ. ഓൾ ദി All the ബെസ്റ്റ്. best. താങ്ക് യു, താങ്ക് യു. കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? പല്ലുകൊഴിച്ചതാരാണ്? പല്ലുകൊഴിച്ചതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറിക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറിക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കൊട്ടണതാരാണ്? ഉടുക്കു കൊട്ടണതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറിക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറിക്കിൻ തയ്യേ നിന്നോട് ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? എങ്ങനെയുണ്ട് എസ്തർകുട്ടി? 10 വയസ്സുള്ള എസ്തർകുട്ടി 61 വർഷം മുന്നത്തെ പാട്ട് പാടിയിട്ട് എന്ത് തോന്നുന്നു? നല്ല തോന്നുന്നു. നല്ലത് തോന്നുന്നു. നല്ല സന്തോഷമുണ്ടോ? ആ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പോഴത്തെ പാട്ട് പാടുന്നേ കഴിഞ്ഞും പണ്ടത്തെ പാട്ട് പാടുമ്പോ? നല്ല വ്യത്യാസം. എന്താ വ്യത്യാസം തോന്നിയേ? എന്റെ വോയിസിന് കുറച്ച് ക്ലാരിറ്റി വരാൻ തുടങ്ങിയെന്നൊക്കെ തോന്നിണ്ടായി. ഓ, ഈ പാട്ട് പാടിയപ്പോഴോ? ഈ പാട്ട് പാടിയപ്പോ അത് ഹൃദയം തുറന്ന പാട്ടാണോ? അതെ.
അതാണ് അതാ. സൂപ്പറായിട്ട് പാടി കേട്ടോ, സൂപ്പറായിട്ട് പാടി. അടിപൊളിയാ പാടി. പറയാതിരിക്കാൻ പറ്റുന്നില്ല, സൂപ്പറായിട്ട് പാടി. താങ്ക് യു. ഈ പാട്ടിന്റെ ട്യൂൺ വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, ഭയങ്കര ഇഷ്ടം. അതിന്റെ താളമൊക്കെ അല്ലേ? എനിക്ക് തോന്നി നല്ല എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു. അതെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ ഒരു പാട്ട് കുറച്ച് കോൺഫിഡൻസ് പറഞ്ഞു പോയില്ലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അതെ. ആദ്യം നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഫീനിക്സ് പറവയെ പോലെ പറന്നുയർന്നു. അതെ, ഫീനിക്സ് ബേർഡ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. താങ്ക് യു. എന്താ ശബ്ദം എത്ര ഓപ്പൺ ആക്കണം എന്നുള്ളത്. അപ്പൊ എസ്തർ കുട്ടിയുടെ ഈ ശബ്ദം നമ്മൾ ഇതുവരെ കേൾക്കാത്ത അതെ. എസ്തർ കുട്ടിയുടെ ഒരു പുതിയ വേർഷനാണ് 2.0. അതാണ് ഈ പാട്ടില് ഒരു അവതാറാണ്, പുതിയ അവതാർ. ദാറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ചെറിയ ചെറിയ സജഷൻസ് പറയാം. ഇതില് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിരിക്കുന്നതില് കിഴക്ക്, കരിക്ക്, മുരുക്ക്, മുറുക്കി. ഇതില് എന്തൊക്കെയാണ് ഞാൻ മുറുക്കി പറഞ്ഞത്? വേർഡ്സ്. ആ വേർഡ്സ് ഏത് അക്ഷരമാണ് രണ്ടാമത്തെ അക്ഷര? കി ഴ. ആ ഴായിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. കിഴക്ക്. ഓക്കെ. അതുപോലത്തെ കരിക്ക് എന്നാ ആ രീക്ക് ഒരു സ്ട്രെസ് വേണം. അടുത്തത് മുരുക്ക്, അടുത്തത് മുറക്കി, ഇല്ലേ? അങ്ങനെ പറയുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്ട്രെസ് കൊടുത്തൊന്ന് പാടാൻ പറ്റുമോ പല്ലേ? കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് കരിക്കു പൊന്തിയ കരിക്കു പൊന്തിയ നേരത്ത് മുരിക്കും തയ്യേ മുരിക്കും തയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. ആ രണ്ടാമത്തെ അക്ഷരത്തിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതെയും ഈ പാട്ടിന്റെ ഒരു ഫ്ലേവർ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. പക്ഷെ ഈ പാട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആരാണ് കൊണ്ടുവന്നതെന്ന്? അതെ, ഞാൻ തന്നെ. അതാണ് ഒരു പാട്ട് നമ്മൾ പാടുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തിന്റെ ഫ്ലേവറിലോട്ട് ഒരു പാട്ടുകാരിക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പാട്ടുകാരിയോട് നമസ്കാരം എന്ന് പറയാം. ഇടവപ്പാതിക്ക് കരിമുകിലുകൾ ഇളിച്ചു കാട്ടണ കാലത്ത്. എന്തൊരു ലൈൻസ് ആണ്. അത് സൂപ്പറായിട്ട് പാടി കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില നോട്ട്സ് ഒക്കെ ട്രിക്കിയാണ് അല്ലെ? കലിയിളകിയ നേരത്ത് എന്നുള്ളത് അതൊന്ന് പഠിക്കുക വെച്ചു. അത് വളരെ നന്നായി. അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിലൊരു ട്രിക്കി ഒരു നോട്ട്സ് ഉണ്ട്. അടുത്ത ഓശാന പാടണതാരാണ്, ഓശാന പാടണതാരാണ്. മധു രാഘ മാസ്റ്ററുടെ വീട്ടിൽ പോയി രാഘ മാസ്റ്ററോടെ ഇരുന്നിട്ടുണ്ട്. ഞാനും അതെ, ഞാനും അവിടെ പോയി കുറെ നേരം സംസാരിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ രാഘ മാസ്റ്റർ എപ്പോഴും എന്നെ വിളിക്കുന്നത് മിസ്റ്റർ ജയചന്ദ്രൻ എന്താണ്. അപ്പൊ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇത്രയും വലിയൊരു, അദ്ദേഹത്തിന് അന്ന് 99 വയസ്സുണ്ട്. ആ സമയത്താണ് ഞാൻ മാസ്റ്റർ അടുത്ത് പറയും, മാസ്റ്റർ എന്നെ എടാ പോടാന്നോ മോനെന്നോ എന്തെങ്കിലും വിളിച്ചാൽ എനിക്ക് സന്തോഷമാണ് എന്ന് മാസ്റ്റർ അടുത്ത് പറയുമ്പോൾ മാസ്റ്റർ അടുത്ത ദിവസം ഫോണിൽ വിളിക്കുമ്പോൾ പറയും മിസ്റ്റർ ജയചന്ദ്രൻ. അതിങ്ങനെ ഓർക്കാണ്. സച്ച് എ ഗ്രേറ്റ് ലെജൻഡ് ഓഫ് മ്യൂസിക്. അയ്യോ, ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ നമസ്കരിക്കണം. ഭാസ്കരൻ മാസ്റ്റർ ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടി പഠിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കാലം, നമ്മുടെ ഈ ഒരു നാട്, അവിടെ ഉണ്ടായിരുന്ന സിനിമയിലുണ്ടായിരുന്ന ഗ്രേറ്റ് ലെജൻഡ്സ്, അവരുടെ സംഗീതം, അവരുടെ രചന, അത് പാടിയ ആൾക്കാർ, ഇതെല്ലാം നമുക്ക് ഓർക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ക്രിസ്മസിന്. സോ ദിസ് സോങ് സെലക്ഷൻ ഈസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് റിഗാർഡ്. എനിക്കിന്ന് എസ്തർ കുട്ടി പാടിയത് വളരെ 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതുവരെ എനിക്ക് എസ്തർ കുട്ടി പാട്ടുകളിൽ വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം അത് എനിക്ക് മനസ്സിലായി, പാടി തുടങ്ങി എസ്തർ കുട്ടിക്ക് വളരെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ പാട്ട് മുഴുവൻ പാടിയതെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. അപ്പൊ മനസ്സിലായല്ലേ ഈ പഴയ പാട്ടിന് ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഞാനും ഇഷ്ടു ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ലേ, അതുപോലൊരു പോക്കായിരുന്നു. അതെ അതെ. ആ മലമുകളിലെ കിറുക്കൻ കാറ്റിനെന്ന് പറഞ്ഞിട്ട് ഒരു എടുപ്പ് അങ്ങ് എടുത്തു. എൻ്റെ അമ്മോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഭാഗം.
ശരിക്കും എസ്തർ 2.0 വേറൊരു വേർഷൻ. കോൺഫിഡൻസ് തോന്നുക എസ്തർ പാടുമ്പോൾ ആ ഒരു ശബ്ദത്തില്. അതിന്റെ ഒരു ആ ക്വാളിറ്റി ഇപ്പോഴാണ് കേട്ടത്. ആ ശബ്ദത്തിന്റെ ആ ക്വാളിറ്റി ഇപ്പോഴാണ് ശരിക്കും കേട്ടത് ഈ പാട്ട് പാടിയപ്പോൾ. മിടുക്കിയായി വരുന്നുണ്ട്. യെസ്, ഞാൻ അങ്ങോട്ട് വരാൻ പോണേ. വന്നോളൂ. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാ, നിന്ന പൊസിഷൻ അല്ലേ, അത് കുറച്ചും കൂടെ നന്നാക്കാൻ തോന്നി. അന്ന് നിന്ന് എങ്ങോട്ടാ നോക്കുക പാട്ട് പാടുമ്പോ? ക്യാമറ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നോക്കിയില്ലേ? ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയില്ലേ? അതിന് 1 മാർക്ക് കുറയ്ക്കും. ആക്ഷൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ വേറെ പ്രശ്നം എന്താ, ഈ നാടൻ ഇങ്ങനത്തെ പാട്ടിടയ്ക്ക് യോയോ കാണിച്ചു. അതെ, അത് ആണോ? പക്ഷെ അത് പുറത്തേക്ക് കാണുമ്പോ ആൾക്കാരെന്താ ഉടുക്കു കൊട്ടിയതാരാണ് യോ, ഉറുക്കു കൊട്ടിയതാരാണ് യോ. പിന്നെ തുപ്പിയെന്നൊക്കെ പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു തുപ്പി എന്നൊക്കെ പറഞ്ഞു. നമ്മളെ നോക്കി മുറുക്കി തുപ്പിയത് ആരാണെന്ന്. അതെ അതെ. അപ്പൊ അതിനൊരു മാർക്ക് കുറയ്ക്കും. ഇതെന്താ വെച്ചാ, ഒരാള് ഒരു തിരിച്ചു വരും. അതെ, ഒരു ഗ്രാൻഡ് കംബാക്ക് ആണ്. ആരുടെ? എസ്തർ 2.0. എസ്തർ 2.0. അതുകൊണ്ട് ഈ ഇംപ്രൂവ്മെന്റിന് നമ്മൾ ഒരു 3 മാർക്കും കൂടെ കുറയ്ക്കും. റെഡിയാണോ? കുറയ്ക്കുന്നു പറയുമ്പോ ചിരിക്കുന്ന അമ്മ. എന്തമ്മ ഇപ്പൊ മൊത്തം 5 മാർക്ക് കുറച്ചേ. ലോക്ക് കർദേ. യെസ്, ലോക്ക് കർദേഗ. യെസ്. മീനുടെ എനിക്ക് കുറയ്ക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ഇല്ല, ഞാൻ എസ്തറിന്റെ ടീമാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. പോരട്ടെ, ഒരു മധുരമഴ. It is going to be 100 on 100 for this grand comeback. എസ്തർ കുട്ടി 100 out of 100. നമ്മുടെ എസ്തർ കുട്ടിക്ക് എത്രാമത്തെയാ? അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ആദ്യത്തെ 100 ആണ്. അമ്മയുടെ സന്തോഷം നോക്ക്. അതെന്താന്നറിയോ, മധുരമഴയെക്കാളും കൂടുതല് ഇവളെപ്പോഴും പറയേ, എംജങ്ങളും ആരും എന്റെ കൂടെ മാത്രം ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല, എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാനും വരുന്നു. അപ്പൊ അതായിരുന്നു അവളുടെ സങ്കടം. അത് മാറിയല്ലോ. എസ്തറിന്റെ അമ്മയടുത്ത് പറയട്ടെ, നമുക്ക് എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജേണിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസത്തെ ഒരു പെർഫോമൻസിനുള്ള മാർക്ക് എന്നുള്ളതല്ല, ദ ജേണി. അവരെങ്ങനെ ഈ യാത്രയിൽ അത് കാര്യങ്ങൾ മനസ്സിലാവുന്നു, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലേ? യേശുനാഥൻ ഉയർത്തെഴുന്നേൽത്തതുപോലെ, അല്ലേ? അത്രയും സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്രിസ്മസ് സമയത്ത്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മകളിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് അത് ഒത്തിരി നമ്മുടെ മനസ്സ് നിറഞ്ഞു. ആ മാറ്റം ഞങ്ങളെ സന്തോഷിപ്പിക്കും. ഒരുപാട്. അത് ഇന്നർ ഹാപ്പിനെസ് ആണ്. അത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിനാണ് മാർക്ക്. ടെക്നിക്കലി നമുക്ക് ഇന്നത്തെ ഈ പെർഫോമൻസിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുടെയും മേളിലാണ് എന്ത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഒരു ഐ വിൽ മേക്ക് ഇറ്റ് എന്നുള്ള ഒരു തോന്നല്, അത് ഗ്രാൻഡാണ്. മാത്രമല്ല, ആ ഡെസ്റ്റിനേഷനേക്കാളും എത്രയോ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പോകുന്ന ജേണി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എസ്തർ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുക മുന്നോട്ട്. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. എസ്തർ കുട്ടിയുടെ അമ്മയും കൂടെ സ്റ്റേജിലോട്ട് വായോ. ചോക്ലേറ്റ് എടുത്തോ. വേണ്ടേ? ചോക്ലേറ്റ് വേണ്ടേ? ബുദ്ധി അപ്പൊ ഇനി പല്ല് തേക്കാനുള്ള ഒരു അവസരം കൂടെ തരാം. അതെ, നന്നായിട്ട് പല്ലൊക്കെ കേടാവും. അതും 2 നേരം. പുറകെ സേതുരാമയ്യ CBI പോലെ നിൽക്കുന്നതാണെങ്കിലും കയ്യിൽ നിറച്ച് മുട്ടായാണ് ഗൈസ്. അല്ല മോളെ, തെറ്റിപ്പോയി. എസ്തറിന്റെ മൈക്കായിരുന്നു. എവിടെ പോയി? അത് ഞങ്ങൾ പോക്കറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? എസ്തർ കുട്ടിയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
അപ്പൊ 3 പേര് ശ്രദ്ധിച്ചോ, നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ബ്രഷ് ബിഫോർ ബെഡ്. ബെഡ്. എം ജെ പറ ബ്രഷ് Bed, ബിഫോർ bed, bed. ആ. ബെഡ്. ഗുഡ് ബോയ്. എപ്പോ ചോദിച്ചാലും പറയണം കേട്ടോ. പോരാത്തിന് ഇത് ചെയ്യണം, നമ്മൾ എല്ലാവരും ചെയ്യണം. Okay. 2 നേരം പല്ല് തേക്കണം അല്ലേ അരി ചേച്ചി? യെസ്. ഓക്കെ. മിനുട്ടി പ്രേക്ഷകരോട് പറ കേൾക്കുന്നു. എന്ത് കേക്ക്? ആ പാട്ട് കേൾക്കുന്നു. അതാ മതങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലാതെ കേക്ക് വാങ്ങി തരാന്നല്ല. ഓക്കെ, ഈ കോമഡിയോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ട്, ഇതിലും നല്ല കോമഡികളുമായിട്ട് മധുവങ്കൾ ആൻഡ് ടീം നമ്മളെല്ലാവരും എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് മാത്രം എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ കൊടുക്ക്. ടാറ്റ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ബൈ.